കരയില്ലേ കരയില്ലേ പറഞ്ഞു. അതുകൊണ്ടല്ല ഞാൻ അതാണ് ലേറ്റ് ആയിട്ട് ഇറങ്ങിയത്. പടം കൊള്ളാം, നന്നായിട്ടുണ്ട്. കാരണം പുള്ളിയുടെ അവസാനത്തെ പടം വെച്ച് നോക്കിയ പടം നന്നായിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവം. അയ്യോ ഏതാ ഇന്ത്യൻ ടീമിനേക്കാളും എത്രയോ ബെറ്റർ. ആ പുള്ളി സീരീസിൽ പുള്ളിയുടെ പഴയ സ്വഭാവം തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അതായത് ഒരു പാട്ടിന് കഴിഞ്ഞ് 50 കോടി മുടങ്ങി 100 കോടി മുടങ്ങി. 3 പാട്ടിന് എങ്ങനെ പോയാലും 1/4 മുടങ്ങി കാണും. നന്നായിട്ടുണ്ട്. കാരണം പുള്ളി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. കാരണം പുള്ളി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ശങ്കറിനെ അടുത്ത് പറയുന്നത് പുള്ളി പണ്ടത്തെ ഒരു ഇത് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ കുറെയൊക്കെ നമ്മളെ ഈ പുതിയ പഴയ കുപ്പിൽ അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ഒക്കെ സെയിം ആണ്. പക്ഷെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പൈസ മുടക്കി കഴിഞ്ഞാൽ പാട്ട് എൻജോയ് ചെയ്തിട്ട് വരാം. എല്ലാം ടോട്ടലി പണ്ടത്തെ പുള്ളിയുടെ ഒരു ഇതില്ല, അത് ഒരു പരിധി തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം ഞാൻ പണ്ട് ശിവാജിയുടെ അന്ന് കരുത്ത പാട്ടിന് മാത്രം 5 കോടി. എങ്ങനെ പോയാലും ഞാൻ വെച്ച് 2 പാട്ട് കൊടുക്കും. ഈ അവസാനത്തെ പാട്ടാണ് ഏറ്റവും കൂടുതൽ ചെലവുള്ളൂ. എങ്ങനെ നോക്കിയാൽ മാത്രം 10-40 കോടിയാണ്. ഫുള്ള് സെറ്റാണ്. അതൊന്നുമില്ല അതില്. ചെറിയ ഗ്രാമ സെറ്റ് ഭയങ്കര വിഷ്വലി ഭയങ്കര രസമാണ്. പടം കൊള്ളാം. അതായത് സെയിം ടെംപ്ലേറ്റ് ആണ്, പക്ഷെ പടം വൈസ് നോക്കിയ പടം കൊള്ളാം. ശങ്കറിനൊരു അത് നന്നായിട്ടുണ്ട്. പിന്നെ അതിന് ജയറാമിന്റെ കാര്യം ചോദിക്കട്ടെ. അതിനാ ഈ നമ്മള് ഏത് ഫാസിൽ പുഷ്പ പോയി ചെയ്തതല്ല, ഇത് വലിയ ആളെ പിടിച്ച് ഇവിടെ എടുത്തത്. ആ 1-2-7 ഡയലോഗേ പുള്ളിക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൗണ്ടർ അടിക്കും, സെൽഫ് കൗണ്ടർ. പുള്ളി തന്നെ നോക്കും. ആ ഒരു പുള്ളിയുടെ ആവശ്യമില്ല. ബാക്കിയെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ് എ സൂര്യ പുള്ളി സ്ഥിരം ഒരു സ്വഭാവമാണ്. എല്ലാത്തിനും ഒരു അലറി വിളി ആ ഒരു കാര്യങ്ങൾ കൊള്ളാം. പക്ഷേ സ്ഥിരം ഒരു സാധനമല്ലേ. വിഷമിക്ക എന്തൊക്കെയോ നടക്കുന്നു. ഫസ്റ്റ് ഹാഫ് കൊള്ളവരാതാണ്, സെക്കൻഡ് ഹാഫ് അടി വെട്ടി പോകയാണോ? ശങ്കർ പടം ഇന്ത്യൻ ടൂടെ ഞാൻ കൈവിട്ടായിരുന്നു. പണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇതൊന്നും അത്ര വരുന്നില്ല. ആക്ച്വലി നല്ലൊരു പടമായിട്ട് തുടക്കം തൊട്ടേ എടുത്തിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കുറെ ഹൈ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പം ഇങ്ങനെ ഇതാണെന്ന് തോന്നാൻ കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്ന ഒരു പടം. എടുത്തു പറയാനായിട്ട് രാംചരൺ കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ഫിലിം ചെയ്തു എന്ന് തോന്നുന്നു. ഈ പടം കണ്ടപ്പോൾ അങ്ങനെ തോന്നി. പഴയ പടങ്ങളെക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പടം കുഴപ്പമില്ല, നല്ലൊരു പടം. നമ്മൾ ശങ്കറിന്റെ സാധാരണ ടിപ്പിക്കൽ ഒരു ടൈപ്പ് കഥയാണോ പറഞ്ഞത്? അതായത് ഒരു ഹീറോയിസം ഉണ്ടല്ലോ, ആ ഹീറോയിസത്തിലും ഒരു കഥ പറയാനുണ്ടായിരുന്നു ഈ സിനിമയിൽ എന്ന് തോന്നി. കുഴപ്പമില്ല, കൊള്ളാം. ശങ്കർ തേച്ചിട്ട് പോയെന്നാണ് പറഞ്ഞത്. ശങ്കറിന്റെ യൂഷ്വൽ ടെംപ്ലേറ്റ് തന്നെയാണ്. വേറെ എന്തെങ്കിലും എടുത്തു പറയാനായിട്ടോ എന്തെങ്കിലും എടുത്തു പറയാൻ പാട്ടൊക്കെ നല്ലതുണ്ട്, അല്ലാതെ യൂഷ്വൽ ടെംപ്ലേറ്റ്. രാംചരൺ എങ്ങനെ ഉണ്ടായിരുന്നു? രാംചരൺ കൊള്ളാം, കുഴപ്പമില്ല. ബ്രോ മൂവി എന്താ പറയാ, ഇപ്പൊ ഇന്ത്യൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ആണ്. ബട്ട് എന്നാലും അത്ര മുകളിലോട്ട് എത്തിയിട്ടില്ല സിനിമ. ശങ്കറിന്റെ നമ്മളിപ്പോ അന്യനും അയ്യൊക്കെ കണ്ട് എന്തിരനൊക്കെ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് താഴെയാണ്. കമേഴ്ഷ്യലായിട്ടൊരു പൊളിറ്റിക്സ് ആണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരുപാട് ക്രിഞ്ച് സീൻസ് ഉണ്ട്, ആവശ്യമില്ലാത്ത. വേണേ കുറച്ചുകൂടെ ഈ സ്ക്രീൻ പ്ലേ ഒക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് കംപ്ലീറ്റ്ലി ഒരു കമേഴ്ഷ്യൽ രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലോണം എടുക്കാൻ പറ്റിയിരുന്ന ഒരു സിനിമയായിരുന്നു. ഒരു കമേഴ്ഷ്യലായിട്ട് എടുക്കായിരുന്നു. ബട്ട് ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറെ സീൻസ് ഉണ്ട്. ഓവറോൾ ഇന്ത്യൻ വെച്ച് നോക്കിയാൽ കൊള്ളാം, അത്രേ പറയാനുള്ളൂ. സമയമുണ്ട്, പൈസ ഉണ്ടെങ്കിൽ കാണാം. സ്ഥിരം ശങ്കർ അണ്ണന്റെ പണ്ണല് തന്നെയായിരുന്നു. സ്ഥിരം അങ്ങനെ പറയാൻ പറ്റൂ. എങ്ങനെയുണ്ട് പടം? ഇന്ത്യൻ വെച്ച് നോക്കണമെങ്കിൽ ആവറേജ് പടം എന്ന് പറയും. ഇന്ത്യൻ വെച്ച് നോക്കിയത് ആവറേജ്. വേറെ എന്തെങ്കിലും എടുത്ത് പറയാനുള്ളതുണ്ടോ? എടുത്തു പറയാം, എസ് എ സൂര്യ കൊള്ളാം, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അവരാ. ശങ്കർ അണ്ണൻ വീണ്ടും തേച്ച് കൈ തന്നു. ശങ്കറണ്ണൻ തേച്ച് പഴയ ശങ്കറിനെ കാണാനില്ല ബ്രോ. എവിടെയാണ് പടം? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ചിലപ്പം ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. ശങ്കറിന്റെ ഒരു സ്ഥിരം കാണുന്ന ഇപ്പം ഇന്ത്യൻ ടു വെച്ച് നോക്കുമ്പോൾ അതേ പാറ്റേണുള്ള ഒരു പടം പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്തൊരു നെഗറ്റീവ് നമ്മളെ സ്ഥിരം പ്രതീക്ഷിച്ച അത്ര ഒന്നുമില്ല. ചുമ്മാ സാധാരണ കണ്ടിരിക്കാം. നമ്മൾ ശങ്കറിന്റെ പഴയ പടങ്ങളെല്ലാം കൂടെ ഒരു മിക്സ് ആണ്. ഒരു തെലുങ്ക് പടം പോലെ. ക്ലൈമാക്സ് ഒന്നും ഒട്ടും